ഈ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഒന്നും തന്നെ യാഥാർത്ഥ്യമാണെന്നോ മറിച്ചോ ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ വീഡിയോ പൂർണ്ണമായും ഒരു വിനോദത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ്. റെഡിറ്റ് യൂസർ വെനില ബെയർ തന്റെ അമ്മയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തപ്പോഴാണ് ഭയാനകമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. വീഡിയോയുടെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു: ഗൈസ്, ഞാൻ ശരിക്കും പേടിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഈ വീട്ടിൽ വിചിത്രമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും ഭീകരമായത് ഇതാണ്. ശരിക്കും ഭയാനകമായ ഒരു ഫൂട്ടേജ് തന്നെയായിരുന്നു അത്. ബേസ്മെന്റിലേക്കുള്ള ഡോർ അകത്തു നിന്നും ആരോ തുറക്കാൻ ശ്രമിക്കുന്ന പോലെ കാണാമെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസായ വെനില ഒടുവിൽ ഡോർ തുറന്നപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അത് കണ്ട് വെനിലയും അയാളുടെ നായയും വരെ പേടിച്ചുപോയി. എന്താണ് ഇതിന്റെ കാരണമെന്നറിയാതെ വെനില പകച്ചു നിന്നപ്പോൾ പുറത്തു നിന്നുള്ള ശക്തമായ കാറ്റ് കാരണമാകാം ഇങ്ങനെ സംഭവിച്ചതെന്ന് ചില വ്യൂവേഴ്സ് അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇവിടെ വല്ലപ്പോഴും മാത്രമാണ് ഒരു ചെറിയ കാറ്റ് പോലും അടിക്കാറുള്ളതെന്ന് വെനില അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, ഇതേപോലെ ചെറിയ രീതിയിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും വെനില പറയുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. വളരെ വിചിത്രമായ ഈ വീഡിയോയുടെ അവസാന ഭാഗം ഭയാനകവുമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ ഒരാൾ ടണലിലൂടെ നടക്കുന്നത് കാണാം. രാത്രിയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. Wow. That's so cool. Wow. Oh. Hello? Oh my God. Hello? Hello? Oh my God. No. ടണലിന്റെ അറ്റത്തു നിന്നും ഒരു രൂപം എത്തി നോക്കുന്നത് കാണാം. സ്വാഭാവികമായും അത് കണ്ട അയാൾ ജീവനും കൊണ്ടോടി. ആ രൂപവും അതിന്റെ ചലനവും ഭയാനകമാണെന്ന് മാത്രമല്ല, സൂക്ഷിച്ചു നോക്കിയാൽ ആ രൂപത്തിന് വ്യക്തമായ മുഖവുമില്ല എന്ന് കാണാം. ഏറ്റവും ഭയാനകമായ മറ്റൊരു കാര്യം എന്തെന്നാൽ, സ്വിച്ച് ബ്ലേഡ് ടൈപ്പ് കത്തി ഓപ്പൺ ചെയ്യുന്ന സൗണ്ടും വീഡിയോയിൽ കേൾക്കാം. അങ്ങനെയാണെങ്കിൽ അയാൾ മുന്നോട്ട് പോകാതിരുന്നത് വളരെ നന്നായി എന്ന് പറയേണ്ടി വരും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മെക്സിക്കൻ നാടോടിക്കഥകളിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒന്നാണ് ലാ ലയോറോണ. സ്വന്തം മക്കളെ ആറ്റിൽ മുക്കിക്കൊന്ന് രാത്രിയിൽ അതിൽ വിലപിക്കുന്ന ഒരു പ്രേതാത്മാവാണ് ലാ ലയോറോണ. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും ഇത് റിയൽ ആണെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്. ഇനി കാണാൻ പോകുന്ന വീഡിയോ ലാ ലയോറോണ എന്ന പ്രേതാത്മാവ് റിയൽ ആണെന്നുള്ള വാദത്തിന് ആഴം കൂട്ടി. Se le ve el cabello largo. ¡Hey! ¿Quién eres? Mira, 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 mira. Mira, 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 mira. No manches. ¡Hey! ¿Quién eres? ¿Es la Llorona? No, 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 no. Mire, mire, mire. Cabellote largo. Cabello, el cabello, el cabello, el cabello. ¡Uy! No, 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 no. Oh. Oh, no manches. Oh. ദൂരത്തായി വെള്ള ഗൗൺ ധരിച്ച ഒരു രൂപത്തെ കാണാം. ഒരുപക്ഷെ അത് ലയോറോണയെ പോലെ പ്രച്ഛന്ന വേഷം ധരിച്ച മറ്റാരെങ്കിലും ആകാം. എന്നാൽ ഈ കഥയുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി നോക്കുമ്പോൾ വീഡിയോയിൽ കണ്ടത് റിയൽ ലയോറോണയാണെന്ന് പറയുന്നവരെയും കുറ്റം പറയാൻ പറ്റില്ല. സോ രാത്രിയിൽ ഇങ്ങനെ വേഷം ധരിച്ച ഒരു രൂപത്തെ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം?
ബ്രസീലിൽ നടന്ന ഒരു സംഭവമാണിതെന്നാണ് പറയപ്പെടുന്നത്. രാത്രിയിൽ ഒരു യുവാവ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് തന്റെ മുന്നിൽ ഹെഡ്ലൈറ്റ് ഓണാക്കാതെ ഒരാൾ ബൈക്കിൽ പോകുന്നത് അയാളുടെ കണ്ണിൽപ്പെട്ടത്. എന്തെങ്കിലും സഹായം വേണോ എന്നറിയാൻ അദ്ദേഹം അടുത്തേക്ക് ചെന്നപ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. മുന്നിൽ ബൈക്ക് ഓടിച്ചു പോകുന്ന സ്ത്രീ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗ്രേ നിറത്തിലുള്ള ഭയാനകമായ മുഖവും അവരുടെ അട്ടഹാസവും കണ്ട് അയാൾ പേടിച്ചു മറിഞ്ഞു വീണു. അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുപോലെയുള്ള സ്കേറി ഗോസ്റ്റ് വീഡിയോസ് തുടർന്നും കാണാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മാത്രമല്ല നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ഒരു കെട്ടിടത്തിനുള്ളിൽ വെച്ചാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത്. ഈ വീഡിയോ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ക്യാമറയിൽ വിചിത്രമായ ഒരു സംഭവം ക്യാപ്ചർ ആയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. Niño, algún espíritu o alma demonio que se encuentra en este lugar, manifiéstate. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നയാൾ ആത്മാവിനെ വിളിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കുട്ടിയുടെ പ്രേതരൂപം പ്രത്യക്ഷപ്പെട്ടത് ക്യാമറയിൽ ക്യാപ്ചറായി. അതൊരു കുട്ടിയുടെ പ്രേതാത്മാവാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും തീർച്ചയായും വിശദീകരിക്കാനാകാത്ത ഒരു സംഭവമായിരുന്നു അത്. പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയ ഒരു യൂട്യൂബറാണ് ഹൈപ്പ് മൈക്ക്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം തന്റെ സുഹൃത്തുമൊത്ത് കാറിൽ പോകുമ്പോഴാണ് ഫ്യൂവൽ തീർന്നതും അവിടെയുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിൽ വണ്ടി ഒതുക്കിയതും. എന്നാൽ ഗ്യാസ് സ്റ്റേഷൻ അപ്പോഴേക്കും അടച്ചിരുന്നു. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു വീടിന് പുറത്ത് ഒരാൾ നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. Are you like the owner or something? Hello? Don't worry, we were gonna pay. Why are you just standing there like that? Can you say something? ഗ്യാസ് സ്റ്റേഷന്റെ ഓണറാണോ നിങ്ങൾ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ എന്നൊക്കെ അവർ പറഞ്ഞു നോക്കിയെങ്കിലും അയാൾ റെസ്പോണ്ട് ചെയ്തില്ല. പിന്നീട് സംഭവിച്ചത് ഇതാണ്. Michelle, hurry the hell up so we can get the hell out of here, please. I'm doing it. What? What the hell? What is that? His eyes. Okay. His eyes. Okay, Michelle, I'm done. Michelle, I'm wrapping it up. hurry I'm wrapping it hurry up. I'm wrapping it up. Like It's done. seriously? തിളങ്ങുന്ന കണ്ണുള്ള ആ രൂപം നിമിഷങ്ങൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. Put the money and let's get the hell out of here. Now, hurry, I hurry. got it. Just in here. What the fuck? Okay, hopefully they're happy. Michelle, he's gone. No, I don't have a good feeling about this. The man had red glowing eyes. Yeah, that doesn't make any sense. അതൊരു സ്കിൻ വാക്കർ ആണെന്നാണ് അവര് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കണ്ടന്റിന് വേണ്ടി അയാൾ നടത്തിയ തട്ടിപ്പാണിതെന്നാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു വീടിന്റെ സെക്യൂരിറ്റി ക്യാമറയിൽ പതിഞ്ഞ അമാനുഷ്യ ദൃശ്യങ്ങളാണ് അടുത്തത്. 2025 ഫെബ്രുവരി 23 രാത്രിയിൽ ആ വീട്ടിലെ നായ അസ്വാഭാവികമായി കുരയ്ക്കാൻ തുടങ്ങി. ഗ്രഹനാഥൻ അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അല്പനേരം കഴിഞ്ഞ് വീണ്ടും നായ കുരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ CCTV ഫുട്ടേജ് പരിശോധിച്ചു. അതിൽ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു കളഞ്ഞു. വീടിന്റെ മുറ്റത്ത് ഒരു ഷാഡോ ഫിഗർ അലഞ്ഞു തിരിയുന്നത് വീഡിയോയിൽ കാണാം. മാത്രമല്ല അത് അപ്രത്യക്ഷമാവുന്നുമുണ്ട്. അതൊരു പ്രേതാത്മാവാണെന്നും ഏലിയൻ ആണെന്നും ഏതോ കള്ളനാണെന്നും വരെ കമന്റ്സുകളുണ്ട്. ടിക്ടോക്കിൽ വൈറലായ ഒരു ഡ്രോൺ ഫുട്ടേജ് ആണ് അടുത്തത്. ഒരു റിയൽ മത്സ്യകന്യകയെ ക്യാമറയിൽ പകർത്തിയെന്നാണ് വീഡിയോ ക്യാപ്ഷൻ. ആ വീഡിയോ ഇനി കാണാം.
ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയപ്പെടുന്നതും എന്നാൽ തെളിവുകളില്ലാത്തതുമായ ഒരു മിത്തിക്കൽ ക്രീച്ചറാണ് മെർമെയ്ഡ്. കണ്ടിട്ട് മെർമെയ്ഡിനെ പോലെ തോന്നിക്കുന്ന നീന്തുന്ന ഒരു ജീവിയെ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിട്ട് വ്യൂവേഴ്സ് രണ്ടായി പിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇത് റിയൽ മെർമെയ്ഡ് ആണെന്ന് വിശ്വസിക്കുന്നവർ, രണ്ട്, ഇതൊരു എഡിറ്റിംഗ് ആണെന്ന് വിശ്വസിക്കുന്നവർ. മെക്സിക്കോയിലെ ജലിസ്കോ എന്ന സ്ഥലത്ത് നിന്നും ചിത്രീകരിച്ച ഒരു അമാനുഷ്യ വീഡിയോയാണ് അടുത്തത്. ഒരു ദിവസം രാത്രിയിൽ വീട്ടിലിരുന്ന് ഒരു യുവാവ് ചില്ല് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം കേട്ടത്. എന്നാൽ വിചിത്രമായ കാര്യം എന്തെന്നാൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവിടെ കുതിരയെ കാണാനില്ല. കുതിര തന്റെ തൊട്ടുമുന്നിൽ കൂടി പോകുന്ന പോലെ ശബ്ദം വളരെ ഉച്ചത്തിലും ക്ലിയറുമായിരുന്നു. ഈ വീഡിയോ കണ്ടവർ ഇതിനെ എൽ ചാരോ നീഗ്രോ എന്ന മെക്സിക്കൻ അർബൻ ലെജൻഡുമായി സാമ്യപ്പെടുത്തി. ഇങ്ങനെ കാണുന്നത് അപകടമോ മരണമോ വരാനുള്ള ശകുനമായാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല. കാരണം മെക്സിക്കോയിൽ മറ്റൊരു സ്ഥലത്തും ഇതേപോലെ ഒരു സംഭവം ക്യാപ്ചറായി. രാത്രിയിൽ ഒരു പ്രേത കുതിരവണ്ടി അതിവേഗത്തിൽ പോകുന്നത് കാണാം. നിങ്ങളാണ് ഇങ്ങനെ കാണുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണമെന്ന് കമന്റ് ചെയ്യൂ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോയ്ക്ക് 500 ലൈക്ക് കിട്ടിയാൽ ഇതിന്റെ അടുത്ത പാർട്ട് എത്രയും വേഗം ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ വീഡിയോയിൽ ഒരു ഭാഗത്ത് ഞാൻ ഒരു സീക്രട്ട് ഇമേജ് ആഡ് ചെയ്തിരുന്നു. അതെന്താണെന്ന് ടൈം ഉൾപ്പെടെ ആദ്യം കമന്റ് ചെയ്യുന്നവരുടെ പേര് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഗുഡ് ബൈ.